ഹായ് നമസ്കാരം. അപ്പോൾ ISL സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഫെബ്രുവരി 14 വൈകുന്നേരം 5:30ക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും മോഹൻ ബഗാൻ്റെയും കളി. എല്ലാ പ്രാവശ്യവും ഈ ഒരു കളി തന്നെ കേട്ടോ. കൊൽക്കത്തനായിട്ടുള്ള കളിയല്ലാതെ വേറൊരു ടീം നമ്മൾ സ്വപ്നത്തിൽ പോലും കാണണ്ട. അത് നിൽക്കട്ടെ, എങ്ങനെ കളി കാണാം? നിലവിലെ ഫാൻ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് കളി കാണാൻ പറ്റുക ഫോണിൽ. അത് തുറക്കുമ്പോൾ അതിലിനി സബ്സ്ക്രിപ്ഷൻ ചാർജോ വേറെ എന്തെങ്കിലും പൈസ കൊടുക്കണമെന്നൊന്നും നമുക്കറിയില്ല. അത് തുറന്നാൽ തന്നെ അറിയുള്ളൂ. പിന്നെ TV ചാനലിൽ ഏതാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് 4-5 ദിവസം കൊണ്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇടങ്ങാറാവണ്ട. നമ്മൾ ഫോണിൽ കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാനൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്കാണ് കയറി പോകുന്നുള്ളൂ കേട്ടോ. മാച്ചിൻ്റെ ടൈം ആകുമ്പോൾ അതിൽ ലിങ്ക് കിട്ടും. പല ലിങ്കായിട്ട് ടെലഗ്രാം, യൂട്യൂബ് പല ലിങ്കും നിങ്ങൾക്ക് ആ ഒരു മാച്ചിൻ്റെ ടൈം ആകുമ്പോൾ ഫോണിൽ കാണാനുള്ള സൗകര്യം നമ്മൾ സെറ്റപ്പ് ആക്കി തരുന്നുണ്ട്. ഏതായാലും മാച്ചിൻ്റെ പ്രിവ്യൂയിലേക്ക് കിടക്കാം. മാച്ചിൻ്റെ പ്രിവ്യൂ എന്ന് പറയുമ്പോൾ മോഹൻ ബഗാൻ്റെ ടീമിനെ ഫസ്റ്റ് അനാലിസ് ചെയ്യുക. അവരുടെ 2 സെൻറ്റർ ബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ടോ റോഡ്രിഗസും അതേപോലെ തന്നെ ടോം ആൽഡ്രഡും. ഇവർ 2 പേരെ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ്. ഒരുപാട് മാച്ചസും കാര്യങ്ങളൊക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ആട്ടോ ഈ 2 പ്ലേയേഴ്സ്. പിന്നെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയേണ്ട പ്ലേയേഴ്സാണ്. കഴിഞ്ഞ സീസൺ, അതിന് മുമ്പത്തെ സീസണിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ജാമി മക്ലാരൻ, നമ്മുടെ ദിമിത്രിയോസ് ബെട്രാട്ടോസ്. പിന്നെ ഒരു പുതിയ അഡീഷൻ നടത്തിയിട്ടുണ്ട്, റൊബിനോ. അത് ബ്രസീലിലെ പണ്ടത്തെ റൊബിനോ അല്ല, പക്ഷേ ഇവനും ബ്രസീലിയൻ പ്ലെയർ തന്നെയാണ്. നെയ്മറിൻ്റെ ഒപ്പമൊക്കെ കളിച്ചിട്ടുണ്ട്. സംഭവം ബംഗ്ലാദേശ് ലീഗിലാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത കളി, ഗോൾ അടിച്ച് മരിക്കുന്ന ഒരു പ്ലെയറാണ്. അതായത് 100 മാച്ചിൽ നിന്ന് 68-70 ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ മോഹൻ ബഗാൻ്റെ ഇന്ത്യൻ സ്ക്വാഡ് പറയണ്ടല്ലോ. ഈ ലൈനപ്പ് ഒന്ന് നോക്കി. മോഹൻ ബഗാൻ്റെ ലൈനപ്പ് ഏകദേശം ഇതേപോലെ ആവും. സഹല്, ലിസ്റ്റണ്, മൻവീർ സിംഗ്, അതേപോലെ തന്നെ ആശിഷ് റായ്, ആരൊക്കെ ലിസ്റ്റൺ കൊലാസോ, ആരൊക്കെ ഇന്ത്യയിലെ ടോപ്പ് പ്ലേയേഴ്സ് ഉണ്ട്, അവരൊക്കെ മോഹൻ ബഗാൻ്റെ ലൈനപ്പിലുണ്ടാവും. പോരാത്തതിന് ഈ വിദേശ പ്ലേയേഴ്സായിട്ടുള്ള ടോം ആൽഡ്രഡ്, അതേപോലെ തന്നെ ആൽബർട്ടോ റോഡ്രിഗോസ്, 2 വിദേശ സെൻറ്റർ ബാക്ക് ആയിട്ടായിരിക്കും ഇവർ കളിക്കുക. പിന്നെ കമ്മിൻസ്, പല പ്ലേയേഴ്സ് ആരൊക്കെ എങ്ങനെയൊക്കെ ഇറക്കാൻ പറ്റുമോ അതൊക്കെ ഓർക്ക് ഇറക്കാം. കാരണം ഓരോരുത്തർ പൈസ ഉണ്ടല്ലോ, പൈസ വാരി എറിയുന്നുണ്ട്. ഇപ്പോൾ ഇന്നൊന്നെല്ലാം തുടങ്ങിയത്. ISL എന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടോ അന്നേ വരെ പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡാണ് മോഹൻ ബഗാൻ്റെ, ഒരു സംശയമില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് അനാലിസ് ചെയ്യുമ്പോഴേ ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് പുതിയ വിദേശ പ്ലേയേഴ്സാണ്. കഴിഞ്ഞ സീസണിൽ ആരും ഇല്ല, എല്ലാവരും പോയി. ലോണിലും മറ്റേതും മറിച്ചതൊക്കെ ആയിട്ട് പല പ്ലേയേഴ്സ് ടീം വിട്ടു. ചിലവർ ലോണൊക്കെ ലോണിൽ പോയി. അപ്പോൾ ഇപ്രാവശ്യം കളിക്കാൻ പോകുന്ന എല്ലാ വിദേശ പ്ലേയേഴ്സും പുതിയതാണ്. ഇവർ ഒരുമിച്ചിട്ട് ഒരു കളി കളിച്ചിട്ടില്ലല്ലോ, പ്രീ സീസണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ പോകുന്ന 2 പ്ലേയേഴ്സാണ്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സ്. ഒന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജർമ്മൻ അണ്ടർ 18 പ്ലെയർ ആയിട്ടുള്ള മർലോൺ റോസ് ട്രൂജിലോ. രണ്ടാമത്തത് വിക്ടർ ബെർത്തമോ. ഈ 2 പൊസിഷനിലെ ഫോമിനനുസരിച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ചിലെ വിജയം. കാരണം ലോണൊക്കെ തകർത്ത് കളിച്ച് കത്തിച്ച് പോയ പൊസിഷനിലാണ് ട്രൂജിലോ കളിക്കാൻ പോകുന്നത്. പിന്നെ ജീസസ് ജിമിനസ് കളിച്ച ആ ഒരു ഫോം ഉണ്ടല്ലോ, ഗോളുകൊണ്ട് ഒരു ആറാട്ടല്ലായിരുന്നു. ആ പൊസിഷനിലാണ് നമ്മളെ പുതിയ പ്ലെയർ ആയിട്ടുള്ള വിക്ടർ ബെർത്തമിയോ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഈ 2 പ്ലേയേഴ്സിനും ഉണ്ടാകും. കാരണം അഥവാ ഫോം ഒന്ന് ഔട്ടായി കഴിഞ്ഞാൽ ആരാധകരെ വിമർശനം കാര്യങ്ങൾ കേൾക്കേണ്ടത് സ്വാഭാവികം. കാരണം അമ്മാതിരി പ്രതീക്ഷയാവും ബ്ലാസ്റ്റേഴ്സിന് ഈ 2 പൊസിഷനിൽ. കാരണം ഒന്നുമില്ല, കഴിഞ്ഞ സീസണിൽ അമ്മാതിരി കളികൾ നമ്മൾ ആ പൊസിഷനിൽ കണ്ടിട്ടുള്ളത്. ലൂണൻ്റെ ആയാലും ജിമിനസിൻ്റെ ആയാലും ഒക്കെ ആ പൊസിഷനിൽ തകർത്താടി കളിച്ചായിരുന്നു. അപ്പോൾ ഈ 2 പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഫോമിനനുസരിച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനായിട്ടുള്ള വിജയം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം വിദേശ പ്ലെയറാണ്. എന്താ പറയുക, ഉമ്മർ ബാ, അതേപോലെ തന്നെ മർലോൺ റോസ് ട്രൂജിലോ, വിക്ടർ ബെർത്തമോ, കെവിൻ യോക്ക്, മത്യാസ് ഹെർണാണ്ടസ്, ആരായാലും എല്ലാവരും പുതിയ പ്ലേയേഴ്സാണ്. അപ്പോൾ എങ്ങനെ ലൈനപ്പ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇറക്കിയിട്ടുള്ള ഈ ഒരു ലൈനപ്പ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിൽ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ബോധം പോയി. കാരണം ഗോൾ കീപ്പർ സച്ചിൻ സുരേഷാണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. കാരണം എന്താ, കഴിഞ്ഞ സീസണിൽ അത്ര മോശം പെർഫോമൻസ്. ഇവൻ്റെ ഈ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പല മാച്ചിലും പൊട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സച്ചിനെ ഒഴിവാക്കി ഇനി നോറ ഫെർണാണ്ടസ് തന്നെ കേട്ടോ ഗോൾ കീപ്പറായിട്ട് വരിക. പിന്നെ സെൻറ്റർ ബാക്സിലും റൈറ്റ് ബാക്കിലും വിങ് ബാക്സിലൊക്കെ ഇതേ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ അതേ ലൈനപ്പ് തന്നെ ആവും മിക്കവാറും ഉണ്ടാവുക. ഉമ്മർബ സെൻറ്റർ ബാക്സിൽ, ഹിഗാഷ്, ഡോലിങ്, അതേപോലെ തന്നെ 4-3-3 എന്നുള്ള ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കറത്തിലിറങ്ങുമ്പോൾ മിഡ്ഫീൽഡേഴ്സായിട്ട് വിപിന്, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മിഡ്ഫീൽഡർ, അതുപോലെ തന്നെ റൗളിനും പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലെയറാണ്. പിന്നെ വിങ്ങർമാരായിട്ട് നിഹാലെല്ലാം ഉണ്ടാവുക നമ്മുടെ കെവിൻ യോക്കാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് നിർദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്റർ ഫോർവേഡായിട്ട്
വിക്ടർ ബെർത്തേമോ, ഇപ്പുറത്തെ വിങ്ങിൽ കോറോസിങ്. ഇതാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഒരു പൊതുവെയുള്ള ലൈനപ്പ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെയും മോഹൻ ബഗാൻ്റെയും ടീം വെച്ച് കമ്പയർ നോക്കുമ്പോൾ മോഹൻ ബഗാനാണ് കുറച്ചും കൂടി എഡ്ജ്. ഇപ്പോൾ ഉള്ളതുള്ള പോലെ പറയണമല്ലോ. കാരണം എന്താ പറയുക, ഇവർ കുറേ 2-3 വർഷങ്ങളായിട്ട് ഒരേ ടീം വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ഉണ്ട്, ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടം പോലെ മാച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒക്കെ വിദേശ പ്ലേയേഴ്സ്, എല്ലാവരും ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ പുതിയ പ്ലേയേഴ്സാണ്. അപ്പോൾ ആ ഒരു എഡ്ജ് മോഹൻ ബഗാൻ ഉണ്ടാവും. പക്ഷേ ഫുട്ബോളാണ് എന്തു സംഭവിക്കുക. കഴിഞ്ഞ സീസണിൽ നിങ്ങൾ കണ്ടതല്ലേ വേൾഡ് കപ്പിൽ അർജൻറ്റീനയെ സൗദി അറേബ്യ പൊട്ടിച്ച്. പക്ഷേ അർജൻറ്റീനയ്ക്ക് ശേഷം വേൾഡ് കപ്പിൽ മുത്തം വിട്ടു, അത് വേറെ കാര്യം. അല്ല പറയാം, ഫുട്ബോളിൽ അങ്ങനെ ചെറുത് വലുതൊന്നുമില്ല. ആ ഒരു അപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക അതിനനുസരിച്ചാകും കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ മോഹൻ ബഗാനാണോ വിജയം എന്നുള്ള കാര്യം അപ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഒരു എഡ്ജ് മോഹൻ ബഗാൻ ഉണ്ട്. കാരണം ആ സെറ്റപ്പും വിദേശ പ്ലേയേഴ്സിൻ്റെ ആ ഒരു സ്ക്വാഡ് സ്ട്രെങ്ത്തും ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ മോഹൻ ബഗാൻ തന്നെയാണ് ഒന്നുകൂടി മുന്നിൽ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ.